നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കനാണ് തയ്യാറാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടയ്ക്കും എല്ലാത്തിനും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. നമുക്ക് ഈസി ആയിട്ട് ബട്ടർ ചിക്കൻ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ബട്ടർ ചിക്കനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതുപോലത്തെ മോഡലിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. നമുക്ക് 2 സ്റ്റെപ്പായിട്ട് ബട്ടർ ചിക്കൻ തയ്യാറാക്കാം. അതിനുവേണ്ടി ചിക്കൻ കഷ്ണങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നല്ല എല്ലില്ലാത്ത കഷ്ണങ്ങൾ എടുക്കുക. എല്ലില്ലാത്ത കഷ്ണങ്ങൾ എടുത്തിട്ട് നല്ല നീളത്തിൽ അങ്ങനെ നുറുക്കിയെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ പിന്നെ നല്ല എല്ലില്ലാണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ കഷ്ണങ്ങൾ സെലക്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ നമുക്ക് ഗ്രേവി തയ്യാറാക്കണം. അങ്ങനെ 2 സ്റ്റെപ്പാണ് ഈ ബട്ടർ ചിക്കൻ തയ്യാറാക്കാൻ ആവശ്യമുള്ളൂ. ചിക്കൻ ഇതുപോലെ ഞാൻ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. കണ്ട എല്ലില്ലാത്ത കഷ്ണങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ എടുത്തുള്ളത്. അപ്പോൾ നമ്മൾ കഴുകി എടുത്തു വെച്ച ചിക്കനാണിത്. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ നോക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, റെഡ് ചില്ലി പൗഡർ അതായത് കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ. എന്നിട്ട് ഇത് നല്ലോണം മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഒരു 15 മിനിറ്റ് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും എത്ര സൈസ് പരട്ടി വെക്കണം. ഇതിപ്പോൾ നമ്മൾ നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ചേർക്കാം. ചിക്കൻ വറുത്തെടുക്കാനുള്ള ഓയിൽ ചേർക്കാം. 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇടാം. എല്ലില്ലാത്ത കഷ്ണങ്ങൾ നോക്കിയിട്ട് വേണം നുറുക്കിയെടുക്കാനായിട്ട്. എല്ലുണ്ടാകുമ്പോൾ കടിക്കുമ്പോൾ ഒരു സ്മൂത്ത്നെസ് പോവും. ഇതിപ്പോൾ നമ്മൾ ബട്ടർ ചിക്കൻ മക്കാനി എന്നും പറയും. അപ്പോൾ നല്ല സ്മൂത്തി ചിക്കൻ ആയിരിക്കും. അതാണ് ചിക്കൻ മക്കാനി എന്നും കൂടി പറയുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ട നല്ല മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിടല്ലാതെ. അപ്പോൾ 2 ഭാഗവും മുരിഞ്ഞോളും. അധികം ഓയിലൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്രൈ പാനാണല്ലോ ഉപയോഗിക്കുന്നത്. ഈ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് ഈ ഡിഷ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. തീ സിമ്മിലൊക്കെ ഇട്ടിട്ടൊന്ന് മറച്ച് കൊടുക്കണം. എന്നിട്ട് ചിക്കൻ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഏതാണ്ട് ഫ്രൈ ആയിട്ട് നമ്മൾ സ്ലൈസായിട്ടാണല്ലോ നുറുക്കിയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്യും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ടിത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളൊരു കടായി വെച്ച് കുറച്ച് ഓയിൽ ചേർക്കാം. അതിലേക്ക് നമ്മൾ ബട്ടർ ചേർക്കാം. 1 സ്പൂൺ ബട്ടർ. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ സവോള അരിഞ്ഞത്, ഒരു വലിയ സവോള ചെറുതാണെന്ന് വെച്ചാൽ 2 എണ്ണം എടുക്കണം. സവോള ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് തക്കാളി നുറുക്കിയത്. ഇത് 4 തക്കാളി ഉണ്ട്. നല്ല പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴേ നമ്മുടെ കറിക്ക് നല്ല റെഡ് കളർ കിട്ടുള്ളൂ. അതൊന്ന് വാടി വരണം. അതിലേക്ക് നമ്മൾ കാഷ്യൂ നട്ട് കുറച്ച് ചേർക്കണം. പിന്നെ കുറച്ച് മസാലപ്പൊടി ചേർക്കണം. ഗരം മസാലപ്പൊടിയാണ് ചേർത്തത്. റെഡ് ചില്ലി പൗഡർ അതായത് കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, വിനാഗിരി 1/4 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. എല്ലാം കൂടി ഒന്ന് വഴഞ്ഞു വരണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് വാടി വരുമ്പോൾ ഒന്ന് 1 കപ്പ് വെള്ളം ചേർക്കാം. വെള്ളം 1 കപ്പ്. അപ്പോൾ ഇതിലേക്ക് ഇടുന്ന ഈ തക്കാളി കാഷ്യൂനട്ട് സവോളയൊക്കെ ഒന്ന് വെന്ത് വരണം. ഒരു 5 മിനിറ്റ് നല്ലോണം ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇതിലേക്ക് അലിഞ്ഞ് ചേരും. സവോളയും തക്കാളിയും കാഷ്യൂനട്ടൊക്കെ നല്ലോണം വെന്ത് ഉടയും. അപ്പോൾ നമുക്ക് ചൂടാറുമ്പോൾ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂൺ. അപ്പം നമ്മളിത് തിളച്ച് വരുമ്പോൾ തീ ഒന്ന് ചുരുക്കിയിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇടണം. അപ്പോഴേ നല്ലോണം അങ്ങനെ വെന്തലിയുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ബട്ടർ ചിക്കന് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. അപ്പോൾ തക്കാളിയും അതുപോലെ സവോളയും കാഷ്യൂനട്ടൊക്കെ അങ്ങനെ വെന്തലിഞ്ഞു വരും. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇതുപോലെ ചുരുക്കിയിട്ടിട്ട് വേവണം. അതായത് തീ ചുരുക്കിയിടണം.
10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിൽ നല്ലോണം അരച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ചൂടാറിയതിന് ശേഷം നല്ലോണം മിക്സിയിൽ അരച്ച് കൊണ്ടുവന്നു, നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവന്നു. ഇനി നമുക്ക് ഒരു അരിപ്പയിലിട്ട് അരിച്ചിട്ട് എടുക്കാം. ഒരു അരിപ്പ വെച്ച് നമുക്ക് അരിക്കാം. നമ്മളിങ്ങനെ അരിച്ചിട്ട് എടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് കിട്ടുക. അപ്പോൾ ഇതിലിപ്പോൾ തക്കാളിയുടെ തോല് അതുപോലെ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ തടയും. ഡിഷ് കഴിക്കുമ്പോൾ ഇത് നമുക്ക് മാറ്റി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്, നല്ല സ്മൂത്തായിട്ട് കഴിക്കാൻ പറ്റും. കാശ്മീരി ചില്ലി പൗഡർ എടുക്കാൻ ശ്രദ്ധിക്കണം, അപ്പോഴേ നമ്മുടെ കറിക്ക് നല്ല റെഡ് കളർ കിട്ടുള്ളൂ. അരിച്ചെടുത്തിട്ട് കണ്ട ഇതിലേക്ക് ഇപ്പം ഇതിലുള്ളത് നല്ലോണം പ്രസ് ചെയ്ത് അരിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ലോണം ഫൈനായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കണ്ട. ഗ്രേവിയൊക്കെ നല്ല സ്മൂത്തായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. എല്ലാം തിളച്ച് വെന്തുള്ള നന്നാലൊന്ന് യോജിക്കാനായിട്ട് ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ച് ചിക്കൻ ചേർക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ബട്ടറും കൂടി ചേർക്കാം. നമ്മുടെ ബട്ടർ ചിക്കൻ ആണല്ലോ, അപ്പോൾ ബട്ടറിൻ്റെ ടേസ്റ്റ് മുമ്പന്തേ നിൽക്കണം. 1 സ്പൂൺ ബട്ടറും ചേർക്കാം. ഇതൊന്ന് യോജിച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഫ്രഷ് ക്രീം ചേർക്കാം. അതിനോടൊപ്പം തന്നെ കസ്തൂരി മേത്തിയും നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ച് ചേർക്കാം. 5 മിനിറ്റ് തീ സിമ്മിലിട്ടിട്ട് ഒന്ന് യോജിച്ച് വന്നിട്ട് അപ്പോൾ ചെറുതായിട്ടൊരു തട പോലെ വന്നിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കസ്തൂരി മേത്തിയും ക്രീമും കൂടി ചേർക്കാം. ഫ്രഷ് ക്രീം ചേർക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കണ്ടത് എല്ലാ ഭാഗത്തേക്ക് എത്തണ സൈസ് ഇളക്കാം. ഇനി നമുക്ക് കസ്തൂരി മേത്തി കൈ കൊണ്ട് തന്നെ പൊടിച്ച് ചേർക്കാം. കസ്തൂരി മേത്തി കുറച്ചെടുത്ത് ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അവസാനം ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ക്രീമൊന്ന് ചേർക്കാം. നമുക്ക് ക്രീം ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. ഒന്നുള്ളിൽ കസ്തൂരി മേത്തിയും കൂടി ഇട്ട് മല്ലിയുടെ ഇലയിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. നല്ലൊരു രുചിയൊക്കെ കിട്ടും ബട്ടർ ചിക്കന്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റാണ് ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ.